ശ്രീ പണിക്കർ, ഇപ്പോൾ ശ്രീ സേനാപതി വേണു കോൺഗ്രസ് വക്താവ് കൂടി ചേരുകയാണ്. ശ്രീ സേനാപതി വേണു, അങ്ങനെ ഈ ലീഗിന്റെ കൊടിയും ഒപ്പം സ്വന്തം പതാകയും മറക്കേണ്ട എന്താവശ്യമാണ് കോൺഗ്രസിനുണ്ടായത്? ഇപ്പോൾ ശ്രീത്ത് പറയുകയായിരുന്നു, അങ്ങനെ മറച്ചു പിടിക്കേണ്ട ഒന്നാണോ? നിങ്ങളുടെ ഒരു പാർട്ടിയുടെ വികാരമല്ലേ രണ്ട് പാർട്ടികളുടെയും? ലീഗിന്റെ ആണെങ്കിൽ ലീഗിന്റെ പതാക, കോൺഗ്രസിന്റേതാണെങ്കിൽ കോൺഗ്രസിന്റെ പതാക. ഇത് രണ്ടും അണികളുടെ ഒരു വികാരം കൂടിയാണ്. അത് മറച്ചു പിടിക്കേണ്ട ആവശ്യം എന്തിനു വന്നു? മഞ്ജുഷേ, ഒന്ന്, ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ, അതായത് റോഡ് ഷോകളിൽ, ഈ പാർട്ടി കൊടികൾ, എല്ലാ പാർട്ടിയുടെയും കൊടികൾക്ക് പകരമായി സ്ഥാനാർത്ഥിയുടെ പ്ലക്കാർഡ് ഏന്തിയുള്ള പ്രകടനം മതി എന്നാണ് പൊതുവെ സംസ്ഥാനത്ത് തീരുമാനിച്ചിട്ടുള്ളത്. അത് വയനാട്ടിൽ മാത്രമല്ല, മറ്റിടങ്ങളിലും ഇങ്ങനെ തന്നെയാണ് അല്ലേ? മറ്റിടങ്ങളിലും ഇങ്ങനെയാണ്. മറ്റിടങ്ങളില് ഞാൻ ഇടുക്കിയിൽ നിന്ന് സംസാരിക്കുന്നു. മിനിഞ്ഞാന്ന് ഞങ്ങളുടെ റോഡ് ഷോ ഇടുക്കിയിൽ ഉണ്ടായിരുന്നു. ആ റോഡ് ഷോയിലും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളും ചിഹ്നങ്ങളും മാത്രമാണ്. അത് സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ എടുത്തിരിക്കുന്ന ഒരു കാര്യം. രണ്ട് കാരണമുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, ഈ കൊടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 50 രൂപ മുതൽ 450, 500 രൂപ വരെയാണ് ഒരു കൊടിയുടെ ചെലവായിട്ട് വരുന്നത്. ഒന്ന് ഭാരിച്ച ചെലവ്. മറ്റേതാണെങ്കിൽ 10 രൂപയ്ക്ക് പ്ലക്കാർഡുകൾ, അല്ലെങ്കിൽ 12 രൂപ പരമാവധി. അത് തന്നെയല്ല, കൂടുതൽ ആകർഷണീയമായിട്ടുള്ളത് പ്ലക്കാർഡുകൾ ആയതുകൊണ്ട് സംസ്ഥാന തലത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. നമുക്ക് മറ്റ് പാർലമെന്റ് മണ്ഡലങ്ങളിലൊക്കെ നോക്കാം. അവിടെ എല്ലാം ഈ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയ്ക്ക് ഈ പ്രാവശ്യം UDF മൊത്തത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, അത് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകൾ മാത്രം മതി. രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ മുന്നണിയിലെ ഘടകകക്ഷികളുടെ പാർട്ടികളുടെ കൊടികൾ വേണ്ട എന്നുള്ളത്. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പൊ ചില പ്രദേശങ്ങളിലൊക്കെ ചെറിയ ഘടകകക്ഷികൾ, അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ കൊടി പിടിക്കാൻ ആളുകളില്ല. അപ്പൊ അങ്ങനെ ഒരു വിവേചനം അതിൻ്റെ അകത്ത് വരികയും വേണ്ട. അതുകൊണ്ട് ഒരു യൂണിഫോം എന്ന നിലയിൽ സ്ഥാനാർത്ഥിയുടെ പടവും ആ ചിഹ്നവും ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളാണ് പൊതുവെ സ്വീകരിക്കേണ്ടത് എന്ന ഒരു നിലപാടാണ്. പക്ഷേ ഇങ്ങനൊരു മെസ്സേജ് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊടിയെ പറ്റി ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ഈ ഒരു വിശദീകരണം നൽകാമായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത്തരം ഒരു വിശദീകരണം താങ്കളിൽ നിന്ന് കേട്ടത്. ഞാൻ മറ്റു നേതാക്കളിൽ നിന്ന് ഇത്തരം ഒരു വിശദീകരണം കേട്ടില്ല. എന്തിനാണ് LDF ഇക്കാര്യത്തിൽ വേവലാതിപ്പെടുന്നത്? ഏത് കൊടി വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, പിന്നെ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നൊക്കെയുള്ള മറുപടിയാണ് കേട്ടത്. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും, ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്ന ഒന്നാണല്ലോ സാമ്പത്തിക പ്രതിസന്ധി. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം കുറവാണെന്നുള്ള കാര്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കം എന്നാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ച പാർട്ടി പതാകകൾ, ഒരു പാർട്ടിയുടെയും പതാകകൾ ഉപയോഗിക്കേണ്ട, പതാകകൾക്ക് പകരമായി പ്ലക്കാർഡുകൾ ഏന്തിയ സ്ഥാനാർത്ഥിയുടെ പടവും അതുപോലെ തന്നെ ചിഹ്നവും ഏന്തിയ പ്ലക്കാർഡുകൾ ഉപയോഗിച്ചാൽ മതിയെന്ന് ആണ് സംസ്ഥാന തലത്തിൽ. എന്ന് വിചാരിച്ചാൽ അത് എവിടെയെങ്കിലും എഴുതപ്പെട്ട ഒരു തീരുമാനം, അങ്ങനെയാണ് സംസ്ഥാന തലത്തിൽ പൊതുവെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അത് എല്ലായിടത്തും നടന്ന റോഡ് ഷോയിൽ ആ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മഞ്ജുഷ്, ശരി.